ഈ രാജ്യത്ത് ബി ജെ പിക്കെതിരെ രൂപപ്പെടുന്ന ഐക്യത്തിൻ്റെ പ്രതിഫലനമാണ് ഇന്നലെ ലോക്സഭയിൽ കണ്ടത്. ക്രൈസ്തവർക്ക് മേൽ കള്ളക്കണ്ണീരൊഴുക്കിയാൽ കുറേ എം പിമാരെ തങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു വ്യാമോഹം ബി ജെ പിക്കുണ്ടായിരുന്നു. പക്ഷേ ബി ജെ പിയുടെ കള്ളക്കളി പൊളിച്ചെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇതൊരു തുടക്കം മാത്രമാണെന്നും മുസ്ലിങ്ങൾക്കെതിരെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ ആക്രമണം വൈകാതെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ദളിതർക്കെതിരെയും അതുപോലെ പിന്നോക്കക്കാർക്കെതിരെയും മുന്നോട്ട് പോകുമെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്ത് ഇത്രത്തോളം ഐക്യം സാധ്യമായത്. രാജ്യസഭയിൽ ഈ ബില്ല് വരുമ്പോൾ ഭരണപക്ഷത്തോട് ചേർന്ന് നിന്നിരുന്ന അല്ലെങ്കിൽ പലപ്പോഴും ഒത്തുപോയിരുന്ന BRSും YSR ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ പ്രതിപക്ഷത്തോടൊപ്പം അണിനിരക്കുമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിശക്തമായ പോരാട്ടമായിരിക്കും ഞങ്ങൾ നടത്തുക. മാത്രമല്ല, ഈ ബില്ലിൻ്റെ വോട്ടെടുപ്പിൽ ഡിവിഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ആര് എവിടെ നിൽക്കുന്നു എന്നുള്ളത് ലോകത്തിന് കാട്ടിക്കൊടുക്കാനുള്ള ഒരു ശ്രമം കൂടി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാകും. കഴിഞ്ഞ 2-3 മാസമായിട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആഭിമുഖ്യത്തിൽ ഈ ബില്ല് പാസ്സാക്കിയെടുക്കാൻ എത്രയോ ആൾക്കാരെ വ്യക്തിപരമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എത്രയോ മത നേതാക്കളെ, സാമൂഹ്യ നേതാക്കളെ, രാഷ്ട്രീയ നേതാക്കളെ കേന്ദ്ര സർക്കാർ പ്രീണിപ്പിച്ചും ഭീഷണിപ്പെടുത്തി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും വിവിധ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ എം പിമാരും അണുവിട വ്യതിചലിക്കാതെ ഒറ്റക്കെട്ടോടെയാണ് ഈ ബില്ലിനെതിരെ അണിനിരന്നത്. യഥാർത്ഥത്തിൽ ഇന്നലത്തെ ലോകസഭയിലെ ആ വോട്ടെടുപ്പും ഇന്ന് രാജ്യസഭയിൽ രാജ്യം കാണാൻ പോകുന്ന വോട്ടെടുപ്പും കൂടി പുറത്തു വരുമ്പോൾ ഫലത്തിൽ സാങ്കേതികമായി സർക്കാർ ഈ ബില്ലിന് മേൽ വിജയം കൊയ്തെങ്കിൽ പോലും ധാർമ്മികമായി വലിയൊരു പരാജയമാണ് ഏറ്റുവാങ്ങാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാവും, രാജ്യത്തിന് മനസ്സിലാവും. ഇത് കേവലം ഒരു മുസ്ലിം വിഷയം മാത്രമാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രമിച്ചിരുന്നത്. ഇത് കേവലം മുസ്ലിം വിഷയമല്ല, ഇത് ഇന്ത്യയുടെ ആത്മാവാണ്. ഇത് ഏകമാനമായ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചനയാണ്. ഇത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യതയ്ക്കും മതനിരപേക്ഷതയ്ക്കും ബഹുസ്വരതയ്ക്കും എതിരെയുള്ള കടന്നാക്രമണമാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ വന്നു. കുറച്ച് ആൾക്കാരെ കുറേ കാലം തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു പിന്തുണക്കാരൻ എന്ന നിലയിലും ആ സർക്കാരിൻ്റെ ഡൽഹിയിലെ വക്താക്കളിൽ ഒരാളെന്ന നിലയിലും ഞാൻ പറയട്ടെ, കേരളത്തിൽ ഭവനരഹിതരായിട്ടുള്ള 5 ലക്ഷത്തോളം പേർക്ക് പിണറായി സർക്കാരിന് വീട് കൊടുക്കാൻ കഴിയുമെങ്കിൽ മുനമ്പത്തെ ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാതെ അവരെ അവിടെ നിലനിർത്താനുള്ള കെൽപ്പ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനുണ്ട്. പിണറായി എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് എന്നുള്ള കാര്യം ഞങ്ങൾ അടിവരയിട്ട് കാണിച്ചു കൊടുക്കും. KCBCയോട് ഞങ്ങൾക്ക് യാതൊരു അനാദരവുമില്ല. KCBCയുമായിട്ടും CBCI ആയിട്ടൊക്കെ കൈകോർക്കുന്നവരാണ് ഞങ്ങൾ. ഇന്ത്യയിൽ വ്യാപകമായിട്ട് ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടക്കുമ്പോൾ KCBC ആഹ്വാനം ചെയ്യാതെ തന്നെ ഈ ആക്രമണത്തിനെതിരെ രംഗത്ത് വന്നവരാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ. KCBC ഒരു സ്വതന്ത്ര സംഘടന നിലയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകാം. പക്ഷേ ഇന്ത്യയിലെ പ്രബുദ്ധരായിട്ടുള്ള എം പിമാർക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിലപാടുണ്ട്. ആ നിലപാട് അവർ ഉൾക്കൊള്ളുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലത്തെ ചർച്ചയിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്തിട്ടുള്ള CPMൻ്റെ പ്രതിനിധി രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അടിവരയിട്ടൊരു കാര്യമുണ്ട്. അതായത് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ ഗവൺമെൻറ്റും ഒരുമിച്ച് ചേർന്ന് കേരളത്തിലെ ഏത് പ്രശ്നവും പരിഹരിക്കാനുള്ള ഒരു അവസരമുണ്ടാക്കും. അതിൻ്റെ തുടക്കം നടന്നിരിക്കുക. ആരെങ്കിലും അവിടുന്ന് കുടിയൊഴിപ്പിച്ചു? ഇത്രയും കാലമായിട്ട് ആരും കുടിയൊഴിപ്പിച്ചിട്ടില്ലല്ലോ. അത് പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഔദാര്യമാണോ? അല്ല, അത് കേരള ഗവൺമെൻറ്റിൻ്റെയും കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെയും ബോധ്യമാണ്. ആ ബോധ്യം ഇനിയും തുടരും. ഇന്നലെ രാത്രി പോലും എനിക്ക് ജബൽപൂരിൽ നിന്ന് ഫോൺ വന്നു. അതായത് അവിടുത്തെ പ്രശ്നത്തിൽ ഇടപെടണം, ആ വിഷയം ഉയർത്തണം. വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അവർ തുടരുന്ന ഒരാഘോഷം ആണ് പാതി വെച്ച് അവിടെ അവസാനിപ്പിക്കേണ്ടി വന്നത്. അവിടുത്തെ വൈദികരെ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. മാത്രമല്ല, ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ ആൻറ്റി കൺവേർഷൻ നിയമങ്ങളുടെ പേരിൽ കൊണ്ടുവന്നിരിക്കുന്ന വ്യവസ്ഥകൾ എന്താണെന്നുള്ള കാര്യം ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കണം. അതായത് പരാതിക്കാരൊന്നും വേണ്ട. ഒരു സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും വിദൂര കൂടിൽ നിന്ന് ആർക്ക് വേണേലും ആർക്കെതിരെയും പരാതി കൊടുക്കാം. പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം പിടിച്ച് നോൺ ബെയിലബിളായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പാർലമെൻറ്റിൽ തന്നെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. അതായത് ബറേലിയിൽ ബൈബിള് വീട്ടിലുണ്ടായി എന്ന ഒറ്റക്കാരത്താൽ 2 പേരെ പിടിച്ച് 6 മാസത്തോളം ജയിലിലിട്ടു. ആ ബറേലിയിലെ ജില്ലാ കോടതി അത്ഭുതപ്പെട്ടു. എങ്ങനെയാണിത്?
ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു പുസ്തകം വീട്ടിൽ വെക്കുന്നു. അങ്ങനെ ലൈബ്രറിയിൽ ഖുറാനും ബൈബിളും ഗീതയൊന്നും വെക്കാൻ പാടില്ലേ? പിന്നെ ഒരു കാര്യം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എൻ്റെ സ്നേഹിതന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആട്ടിൻ തോലിട്ട ചില ചെന്നായികളുണ്ട്. ആ ചെന്നായികളെ തിരിച്ചറിയണം. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വിശ്വസിക്കേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയാണോ, കേരളത്തിലെ മുഖ്യധാരാ പാർട്ടികളെയാണോ, അതെയോ ഈ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന BJPയുടെയും RSSൻ്റെയും ആഭിമുഖ്യത്തിലുള്ള കേന്ദ്ര സർക്കാരിനെയാണോ എന്നുള്ള കാര്യം അവർ തീരുമാനിക്കണം. അവർ തീരുമാനിച്ചിരിക്കണം. അല്ലെങ്കിൽ ആ വിഭാഗത്തിലെ വിശ്വാസികൾ അത് തീരുമാനിക്കില്ല. രാഹുൽ ഗാന്ധി തിരക്ക് പിടിച്ചൊരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ചർച്ചയിൽ പൂർണ്ണമായിട്ടും ഇരിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ പ്രത്യേകിച്ച് ഗൗരവമായിട്ടുള്ള കാരണങ്ങളാലല്ലാതെ ആരെങ്കിലും വോട്ടെടുപ്പിൽ, അത് ഇന്ന വ്യക്തിയല്ല, ആരെങ്കിലും പ്രതിപക്ഷ നിരയിലെ ഒരാൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഉത്കണ്ഠ സൃഷ്ടിക്കുന്നതാണ്. ആ നടപടിയോട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സമ്മേളനം 3 വർഷത്തിന് ശേഷം മധുരയിൽ നടക്കുമ്പോൾ ആ സമ്മേളനത്തിലെ പ്രതിനിധികളായിട്ടുള്ള ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങൾക്കെല്ലാം അവിടെ ഓരോ റോളുകളുണ്ടായിരുന്നു. അങ്ങോട്ട് പോയ ആൾക്കാർ പോലും തിരിച്ചു വന്നിട്ട് ഈ വോട്ടെടുപ്പിലും അതുപോലെ തന്നെ ചർച്ചയിലും പങ്കെടുത്തു. ഒരുപക്ഷെ ആ ഒരു ആർജവം, ആ ഒരു സമർപ്പിത ബോധം പ്രതിപക്ഷ നിരയിലെ എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ് എൻ്റെ അപേക്ഷ. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി പങ്കെടുക്കാമെന്നുള്ള കാര്യം ആ വ്യക്തിയോട് തന്നെ ചോദിക്കേണ്ടി വരും. അതിലെന്തെങ്കിലും ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നോ, ഒഴിവാക്കാൻ കഴിയാത്ത എന്തെങ്കിലും പ്രതിസന്ധി കൊണ്ടാണോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത്.